2011 മേജർ രവിക്ക് വേണ്ടി എഴുതിയ കർമ്മയോദ്ധ എന്ന സിനിമയുടെ കഥയും തിരക്കഥയും സംഭാഷണവും എൻ്റേതായിരുന്നു. പക്ഷേ യാതൊരു റൈറ്റ്സും അദ്ദേഹം എനിക്ക് തന്നില്ല. അതുമായി ബന്ധപ്പെട്ട് ഞാൻ ബഹുമാനപ്പെട്ട കോടതിയെ സമീപിക്കുകയും ഇപ്പോൾ ആ സിനിമയുടെ കഥയുടെയും തിരക്കഥയുടെയും സംഭാഷണത്തിൻ്റെയും പൂർണ്ണമായ അവകാശം എനിക്കുള്ളതാണെന്ന് കോടതി കണ്ടെത്തിയിട്ടുണ്ട്. എനിക്ക് ഒരു നഷ്ടപരിഹാര തുകയായിട്ട് ഏതാണ്ട് 30 ലക്ഷം രൂപയും കോടതി ചെലവ് അനുവദിച്ചു. കൂടാതെ പടത്തിൻ്റെ എല്ലാ റൈറ്റ്സുകളും, അതിൻ്റെ എല്ലാ സംരക്ഷണ അവകാശങ്ങളും, സാറ്റലൈറ്റ്, OTT, മറ്റു ഭാഷകളിലേക്ക് മൊഴിമാറ്റം നടത്തുന്ന അവകാശങ്ങൾ, അങ്ങനെ വിഷ്വൽ മീഡിയയിലും പ്രിൻ്റ് മീഡിയയിലും, അതായത് അതിൻ്റെ പ്രസിദ്ധീകരണം അടക്കം, അതിൻ്റെ തിരക്കഥയുടെ പ്രസിദ്ധീകരണം അടക്കമുള്ള എല്ലാ അവകാശങ്ങളും എനിക്ക് കോടതി അനുവദിച്ചുകൊണ്ടുള്ള വിധി വന്നിരിക്കുന്നു. ഈ വിവരമാണ് ഞങ്ങൾക്ക് പ്രസ് കോൺഫറൻസ് അറിയിക്കാനുള്ളത്. പിന്നെ കൂടുതലായിട്ട് എൻ്റെ നിയമവശങ്ങൾ എൻ്റെ വക്കീൽ ബഹുമാനപ്പെട്ട ജോജോ സാറ് പറയുന്നതായിരിക്കും. 2012 ഇത് സംബന്ധിച്ച കേസുണ്ടാകുന്നത്. ഈ സിനിമ റിലീസ് ചെയ്തത് 2012 ഡിസംബർ മാസത്തിലാണ്. അപ്പോൾ ആ സിനിമ റിലീസ് ചെയ്യുന്നതിന് മുൻപ് ഇങ്ങനെ സിനിമ, അതായത് ഇദ്ദേഹം എഴുതി കൊടുത്ത തിരക്കഥ വെച്ചുള്ള സിനിമ മറ്റൊരാളുടെ പേരിൽ തിരക്കഥാകൃത്താണെന്ന് കാണിച്ച് റിലീസ് ചെയ്യാൻ പോകുന്നു എന്ന് സംശയിച്ച് ഒരു വ്യവഹാരം ആദ്യമേ മേജർ രവിക്ക് ഒരു നോട്ടീസ് അയച്ചു. അദ്ദേഹം അതിനൊരു മറുപടി അയച്ചിട്ട് പറഞ്ഞു, ഈ വ്യക്തിയെ, അതായത് റെജി മാത്യുവിനെ യാതൊരു പരിചയവുമില്ല, ഇദ്ദേഹം ഒരു സിനിമാ ഫീൽഡിലുള്ള വ്യക്തിയാണെന്ന് പോലും എനിക്ക് അറിയാൻ മേല എന്ന് പറഞ്ഞ് റിപ്ലൈ തന്നു. അതേ തുടർന്ന് കോടതിയെ സമീപിച്ചു. ആ കോടതിയിൽ ഇതിൻ്റെ ഒറിജിനൽ കൈപ്പട തിരക്കഥ, തിരക്കഥ സംഭാഷണം, അത് റെജി മാത്യുവിൻ്റെ കൈപ്പടയിലുള്ളത് കോടതി മുമ്പാകെ ഹാജരാക്കി. അതോടൊപ്പം തന്നെ ഈ മേജർ രവി ഈ തിരക്കഥ വായിച്ചതിന് ശേഷം ചില തിരുത്തലുകൾ സജസ്റ്റ് ചെയ്തു. ആ സജസ്റ്റ് ചെയ്ത തിരുത്തലുകൾ ഈ തിരക്കഥയുടെ ഏതാനും പേജുകളിൽ അദ്ദേഹത്തിൻ്റെ കൈപ്പടയിലുണ്ടായിരുന്നു. അപ്പം ഇത്രയും തെളിവോടുകൂടിയാണ് കോടതിയിൽ കൊടുത്ത വ്യവഹാരം. മാത്രമല്ല, ഈ തിരക്കഥ സംബന്ധിച്ച സംഭാഷണം നടക്കുമ്പോൾ ഒരു 10,000 രൂപ ചെക്ക് മുഖേന ഇദ്ദേഹത്തിന് മേജർ രവിയുടെ അക്കൗണ്ടിൽ നിന്നും കൊടുത്തിരുന്നു. ഇതും ഒരു തെളിവായി ഹാജരാക്കി. ഇതെല്ലാം കണ്ടിട്ട് കോടതി തൽക്കാല നിരോധന ഉത്തരവ് ചോദിച്ചിരുന്നു. ഈ സിനിമ റെജി മാത്യുവിൻ്റെ പേരോടുകൂടി അല്ലാതെ പ്രദർശിപ്പിക്കരുത് എന്നാവശ്യപ്പെട്ട് തൽക്കാല നിരോധന ഇഞ്ചക്ഷൻ കൽപ്പനയ്ക്ക് കോടതിയെ സമീപിച്ചു. കോടതി പറഞ്ഞു, ഏതായാലും സിനിമ പൂർത്തീകരിച്ചു, റിലീസിങ് ഡേറ്റുമായി, അതുകൊണ്ട് സിനിമ പ്രദർശിപ്പിച്ചു. പക്ഷേ ഓൺ കണ്ടീഷൻ, അതായത് 5 ലക്ഷം രൂപ ഡിപ്പോസിറ്റ് ചെയ്യണം. അത് ഡിപ്പോസിറ്റ് ചെയ്തു കോടതിയിൽ. പുറമെ ഈ തിരക്കഥാകൃത്തിൻ്റെ പേര്, തിരക്കഥാ സംഭാഷണം, ഇവയുള്ള പേര് അത് കോടതിയിൽ തർക്കത്തിലാണെന്ന് കാട്ടി മാത്രമേ സിനിമ പ്രദർശിപ്പിക്കാവൂ. ഈ കണ്ടീഷൻ വെച്ചാണ് കൊടുത്തത്. അതുപോലെ തന്നെ ഇതിൻ്റെ മറ്റ് റൈറ്റ്സ് എല്ലാം ഈ വിധിക്ക് വിധേയമായിരിക്കും എന്ന് പറഞ്ഞു. അപ്പോൾ അതിനുശേഷം കേസ് ഇങ്ങനെ നടന്നു വന്നു. ഇദ്ദേഹം ആ ഉത്തരവ് ലംഘിച്ച് മറ്റ് വ്യക്തികളുടെ പേര് വെച്ച് ഈ സിനിമ റിലീസ് ചെയ്തു. അതിനുശേഷം കേസ് നടന്നു. ഇപ്പോൾ കോടതി പറഞ്ഞു, ഇതിൻ്റെ പരിപൂർണ അവകാശി ഈ റെജി മാത്യു ആണ്. അപ്പം നിലവിലിപ്പം സിനിമ ഏതെങ്കിലും പ്ലാറ്റ്ഫോമിലുണ്ടെങ്കിൽ അത് പ്രദർശിപ്പിക്കുന്നതെല്ലാം നിയമവിരുദ്ധമായി. അതോടൊപ്പം തന്നെ ഒരു 40 ലക്ഷം രൂപ ഞങ്ങൾ നഷ്ടപരിഹാരം ആവശ്യപ്പെട്ടിരുന്നു. 30 ലക്ഷം രൂപ നഷ്ടപരിഹാരം കോടതി അനുവദിച്ചു. ഇതാണിപ്പോൾ ഉണ്ടായിരിക്കുന്നത്.